രാവിലെ 7:30 പോയിട്ട് സലാറ് കണ്ടു. പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, എല്ലാം പോയി മൂഞ്ചി ഊമ്പി തെറ്റിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. വായന്ന് എന്തെങ്കിലും വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്. ഒരു രോമം പൊങ്ങുന്ന സാധനോ, ഒരു രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന സീനോ, ഒരു 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 പഞ്ച് ഡയലോഗോ ഒന്നിനും സ്കോപ്പ് ഇല്ലാതെ. ഇന്നാ പിന്നെ കഥ ഗ്രിപ്പിംഗ് ആണ് അല്ലേ? രണ്ട് ഫ്രണ്ട്സിന്റെ കഥ, അവര് തമ്മിലുള്ള ശത്രുതയുടെ കഥ എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ, ഫ്രണ്ട്സ് ഡ്രാമ, അങ്ങനെ ആണെന്ന് തോന്നിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം എടുത്തിട്ടുണ്ട്. നല്ലത് ഫ്രണ്ട്സും ഇല്ല, ഒരു തേങ്ങയില്ല. പ്രഭാസ് ജൂനിയർ ബാലയ്യ, എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. അതിലും കൂടുതൽ എനിക്കൊന്നും തോന്നണില്ല. ആ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, എന്തൊരു ഗതികേടെ. അയാളെ കൊണ്ട് ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രശാന്ത് നീൽ പഠിച്ച പണി നോക്കിയിട്ടുണ്ട്. മാക്സിമം നോക്കിയിട്ടുണ്ട്. ബിജിഎം ഒക്കെ ഇനി ബിജിഎം ഇടാനില്ല. എല്ലാതും നോക്കി, സർവത്ര പണിയെടുത്ത് നോക്കിയിട്ടുണ്ട്. സ്ക്രീനിൽ ഒരു പ്രസൻസും ഒരു തരത്തിലുള്ള പവർ ഇമ്പാക്റ്റും പ്രഭാസിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പ്രശാന്ത് നീൽ സിനിമകളുടെ സെയിം പാറ്റേൺ ആണ്, സെയിം മേക്കിംഗ് ആണ്, സെയിം സാധനം. അതായത് അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യും. ഓക്കെ, അതൊക്കെ എൻജോയ് ചെയ്യും. കാരണം ഇതില് ഞാനൊരു KGF ഒന്നും എക്സ്പെക്ട് ചെയ്ത് അതിലല്ല പോയത്. സലാർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് തന്നെയാണ്. പ്രശാന്ത് നീൽ പലവട്ടം പറയുന്നുണ്ട് സലാർ ഈസ് എ ഡിഫറെന്റ് സ്റ്റോറി. സലാർ എന്ന് പറഞ്ഞാൽ വേറൊന്നും തന്നെയാണ്. അങ്ങനെ വേറൊന്നും തന്നെയാണ് പ്രതീക്ഷിച്ചു പോയത്. പക്ഷെ ഉണ്ടല്ലോ, ഒരു രീതിയിലും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാതെ വളരെ പ്ലെയിൻ ആയിട്ട്. അതും ഞാൻ പൃഥ്വിരാജിനെ വെയിറ്റ് ചെയ്ത് ഞാൻ ചോദിച്ചാൽ പൃഥ്വിരാജിന് ഗസ്റ്റ് റോളാന്ന് വിചാരിച്ചു സിനിമയിൽ. എത്ര വെയിറ്റ് ചെയ്ത് പൃഥ്വിരാജിനെ വെയിറ്റ് ചെയ്ത് മടുത്ത്. ഇനിയിപ്പോ അറിയില്ല, സെക്കൻഡ് പാർട്ടിൽ പൃഥ്വിരാജിന് ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു സാധനം വരാൻ സാധ്യത ഉണ്ട്. ബട്ട് സ്റ്റിൽ പ്രഭാസിന് ഡയലോഗും ഇല്ല. കേട്ടാ ചിരിക്കുന്ന കുറെ ഡയലോഗുകളും പ്രഭാസിന്റെ. അത് കുറുക്കിയ പോലെ 1-2 വീടാണ് ആകെ പറയുന്നത്. ബാക്കി അത് കുറുകിയിട്ടുമില്ല. അങ്ങനത്തെ. പിന്നെ ഒരു ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ, ഒരു ഇടി വെട്ട് എന്നൊക്കെ പറയുമ്പോ ആ വയലൻസ് കാണിക്കാൻ പറ്റണം. ഇയാളെ കൊണ്ട് അതും നടക്കണില്ല. അയാളെ കൊണ്ട് അത് മറ്റേ സിറിഞ്ച് വെച്ച് അടിച്ചാവുന്നുണ്ട്. ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു സീനുണ്ട്. അതായത് അത് ഇതില് ആ സലാർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആ ഒരു ഹൈപ്പ് കാണിക്കുന്ന സീനാണ്. ആ സീനൊക്കെ എന്ന് പറഞ്ഞാൽ ശോകം. അത് ഇയാളെ കൊണ്ട് ശോകമായതാണ്, വേറൊന്നുമില്ല. ആ സീൻ ബിൽഡ് ചെയ്തതും ആ സീൻ വെച്ചതും എടുത്തതും അല്ലേ, ആ സംഗതികളൊക്കെ രസമായിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പ്രഭാസിനെ മാറ്റി വേറെ ആരെങ്കിലും നിന്നാലും അത് അടിപൊളിയാണ്. അയാളെ കൊണ്ട് ആകെ ഒരു 7 അടി ഹൈറ്റ് ഉണ്ട്, അത് മാത്രമാണ് അതിലുള്ളത്. അങ്ങനെ കൊണ്ട് നടക്കണില്ലേ. കാരണം എന്താ പറയാ, അങ്ങേർക്ക് ഒരു രീതിയിലും ഈ സാധനങ്ങൾ പുള്ള ചെയ്യാൻ പറ്റുന്നില്ല. ആ ബോഡി ലാംഗ്വേജ് പോയി, ആ പവർ പോയി. നമ്മള് ബാഹുബലി പോലെ നിന്നാൽ ചിലപ്പോ ഓക്കെ ആവും. അത് മാത്രമേ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പരിപാടി എനിക്കെന്തോ പ്രശാന്ത് നീലിന് അതിഭീകരമായിട്ട് മിസ്കാസ്റ്റ് ആയി പോയത് ഇതിലെ മെയിൻ റോൾ. അങ്ങനെ ഒരു സിനിമയിൽ മെയിൻ റോൾ മിസ്കാസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താ? പിന്നെ ഇതും ഒരു സെപ്പറേറ്റ് കഥയാണെന്ന് പ്രശാന്ത് നീൽ പറഞ്ഞാലും സെയിം അമ്മ പാസം, അമ്മ മകൻ പാസം. ഇതില് എനിക്ക് ഫ്രണ്ട്സ് തമ്മിലുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് ഹാഫ് മുതൽ ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു തുടക്കം, ഒരു കാൽഭാഗം വരെ അമ്മ മകൻ പാസം തന്നെയാണ് സിനിമ അല്ലേ. പിന്നെ രക്ഷകൻ സാർ, അതായത് KGF കണ്ട സെയിം സാധനങ്ങളും സിറ്റുവേഷൻസും അതേപോലെ ഈ സിനിമയ്ക്ക് അകത്തുണ്ട്. അപ്പൊ ഇത് വേറൊരു സ്ഥലത്ത് വേറൊരു കഥയായിട്ട് നടക്കണമെന്നുള്ളത് എനിക്ക് ഫീൽ ആവണേ ഇല്ല. കാരണം അവിടെ കണ്ട അതേ സാധനം, പക്ഷെ അതൊരു വേറെ ലെവൽ ക്വാളിറ്റിയിലുള്ള സാധനം. ഇത് അതിന്റെ ഒരു 144p കാണിച്ചെന്ന പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇപ്പം പലരും പറയും മലയാളത്തിലാ, പക്ഷെ ഈ സിനിമ മലയാളത്തിൽ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഈ സിനിമ മലയാളത്തില് പാട്ടും സാധനമൊക്കെ ആയിട്ട്. അതെ, KGF പാട്ടൊക്കെ ഭയങ്കരമായിരുന്നു. ഇതിൽ അതും ഇല്ല, ഒരു തരത്തിലും ത്രില്ലില്ല. നമ്മള് KGF ഉദ്ദേശിച്ചിട്ടില്ല. ബട്ട് പ്രശാന്ത് നീലിന്റെ മേക്കിങ്ങില്, പ്രശാന്ത് നീലിന്റെ ആ ഒരു നറേഷനില് ഈ സാധനം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും വേണമല്ലോ. ഇവന്റെ ഒരു അടി കഴിയാൻ വേണ്ടി പൃഥ്വിരാജ് കണ്ണടച്ചിരുന്ന അവസാനം ഉറങ്ങി തൂങ്ങി. അതായത് അടി എന്നൊക്കെ പറഞ്ഞാ പ്രഭാസിനെ കൊണ്ട് അടി പറ്റാഞ്ഞിട്ടാണോ അതോ എഡിറ്റ് ചെയ്ത സമയത്ത് പ്രഭാസിന്റെ അടി ഇനി വേണ്ടെന്ന് പറഞ്ഞ് കട്ട് ചെയ്താണോ അറിയില്ല. ഓരോ അടിക്കും ബ്ലാക്ക് സ്ക്രീൻ മുഖത്ത് ഇങ്ങനെ പറയണ്ട, എന്നെ കൊണ്ട് വയ്യ, അത് നിർത്താനായില്ല, കുറെ നേരമായിട്ട് ചോദിക്കുന്നു.
എനിക്ക് ആകെ ഈ പടത്തിൽ ഇഷ്ടപ്പെട്ട ഒറ്റ സാധനമാണ് അത്. ഒരു ഫ്രെയിം ഉണ്ട്, ആ കാളീനെ പോലെ വാളും പിടിച്ച് നിൽക്കുന്നത്. അതൊരു സാധനം. അത് ഓക്കെ, അതൊക്കെ ആ സാധനം ഓക്കെയാണ്. അല്ലാതെ വേറെ ഒരു സാധനം ഇതിനകത്തില്ല. പിന്നെ ഈ നമ്മൾ KGF തകർത്ത റോളാണ് മറ്റേ ആ സ്ത്രീ, അമ്മ റോള്, നമ്മള് ന്യൂമാന്റെ അമ്മയായിട്ട് ചെയ്ത ആ റോള്. അവര് ഈ സിനിമയിൽ വന്നിട്ട് എന്തോന്നടേ കാണിച്ചു കൂട്ടുന്നു അവരെപ്പോഴും. പിന്നെ എന്താ പറയുക, ഈ സിനിമയിൽ ശരിക്കും നമ്മൾ ഇതിന്റെ ഒപ്പീനിയൻ എങ്ങനെ പറയുന്നല്ലോ, റിവ്യൂ, ഓ ജിത്തു ബോയ്, അതായത് അവൻ വരുന്നു ബിൽഡപ്പിന്റെ അങ്ങേയറ്റം ബിൽഡപ്പ്. ഞാൻ ഇന്ന വരുന്നില്ല, ഒന്നുമില്ല ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹീറോന്റെ ഇൻട്രൊഡക്ഷനിൽ ചിലപ്പോൾ തുടക്കത്തിൽ ഒരു ബിൽഡപ്പ്, ഒരു ഇൻട്രോ ആണ്. ഇത് ഏറ്റവും ലാസ്റ്റ്, അതായത് സിനിമയുടെ ഏറ്റവും അവസാനവും ബിൽഡപ്പ് കൊടുത്തിട്ട് വീണ്ടും ഒരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് പ്രവാസിനെ കൊണ്ടുവരാൻ നോക്കും, സലാർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ. എന്നിട്ട് മറ്റേ ആ സിനിമയിൽ എന്താ ലാലേട്ടന്റെ അല്ലല്ല, അതൊന്നും പറയില്ല, അതൊന്നും ഇവിടെ പറയില്ല, നേരൊക്കെ വേറെ ലെവല്. അതല്ല മറ്റേ സാധനേ ആറാട്ടുകുള ഗോപൻ, എന്താണ് ആറാട്ടില് ഗാനഭൂഷണം ഗോപൻ എന്ന് പറഞ്ഞ പോലെ സലാർ എന്ന് പറയുന്നുണ്ട്. ഒരു സലാറും ഇല്ല. ചെയ്ത ഒരു ഏറ്റവും വലിയ ഗുണം ഞാൻ കാണുന്നത് ആ ബ്ലാക്ക് ഷെയ്ഡ് സ്ക്രീനിൽ വന്നതും പിന്നെ കുറെ ബ്ലഡും കളറും ഒക്കെ മേത്തുള്ളതുകൊണ്ട് കുറെ ഒക്കെ ഫേസ് ഒന്നും കാണാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റി നമുക്ക്. എക്സ്പ്രഷൻ ലാസ്റ്റ് പാർട്ട് 2 എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനുള്ള പ്രതീക്ഷ ഉണ്ട്. ഇത് പാർട്ട് 2 കാണാൻ ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല, അത്ര ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇതിന് പാർട്ട് 2 ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്യില്ല. ഞാൻ എല്ലാവരും കാര്യം പറയുന്നില്ല, ഞാൻ പേഴ്സണലി എക്സൈറ്റഡ് അല്ല, എനിക്ക് എക്സൈറ്റ്മെന്റ് വരുന്നില്ല. ആൾക്കാരൊക്കെ എന്തായാലും ചെവിയിൽ എന്തെങ്കിലും സാധനം വെച്ചിരിക്കണം നല്ലത്, മറ്റേ ചെവി അടിച്ചു. അത് പ്രശാന്ത് നീൽ അത്രയും ചെയ്തല്ലോ, അയാളെ 100% ഉണ്ട് കേട്ടോ, പ്രശാന്ത് നീൽ 100% ഉണ്ട്. പക്ഷെ ഇത് എന്തായാലും ആക്ടേഴ്സിനെ കൊണ്ടൊന്നും ചെയ്യാനല്ല, പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ അതേപോലെ പുകട്ടിട്ട് പൃഥ്വിരാജ് ആകെ ഈ സിനിമയില് സമാധാനം തരുന്ന പൃഥ്വിരാജ് മാത്രം. പക്ഷെ പൃഥ്വിരാജിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രഭാസിന് കൊടുത്ത സ്ക്രീൻ ടൈമിന്റെ ഒരു 100-ൽ 1 പോലും കൊടുത്തിട്ടില്ല. അതെ, അത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ സിനിമേന്റെ ലാസ്റ്റ് ക്ലൈമാക്സിനകത്ത് ശോക 4 ഡയലോഗ്. നിനക്ക് കയ്യടി ഉണ്ടോ, നിനക്ക് ഫാൻ ഉണ്ട്, എന്നാ വിസിലടിക്കടാ. പണ്ടത്തെ സിനിമയിലൊക്കെ വണ്ടി സ്റ്റാർട്ടിങ് സംഭവം അതൊക്കെ കയ്യില, അതൊക്കെ അതും പോട്ടെ, കമ്പി ചുരുങ്ങിയതുണ്ട്. ഈ ബാലയ്യ ജൂനിയർ കിടക്കുന്നവരെ അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഫാൻസ് ഉണ്ട്, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അതേപോലെ ഈ ലാർജർ ദാൻ റിയൽ ലൈഫ് സാധനങ്ങളാണ്. പക്ഷെ റോക്കി ബായി ലാർജർ ദാൻ റിയൽ ലൈഫ് ആയിരുന്നു അല്ലേ? അതൊക്കെ നമ്മളത് ആ ലോകത്തേക്ക് പോയി, അത് ആ രീതിയിൽ എൻജോയ് ചെയ്യാം. കാരണം ഇതൊക്കെ വെടി പോകുകയാന്ന് നമുക്ക് അറിയാം, എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു. നമുക്ക് എക്സൈറ്റ്മെന്റ് വന്നു, നമ്മളെ രോമൻ നീച്ചു വന്നു, നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നി. അതൊരു വേറെ തന്നെ തുടക്കത്തില് പേരെഴുതി കേട്ടിപ്പോ ടാങ്ക്സ് ചങ്ങായി എപ്പോഴെങ്കിലും അതാവില്ല പറഞ്ഞിട്ടുണ്ടാവും, ഇയാള് ഷൂട്ട് ചെയ്ത് സിനിമ കണ്ടിട്ടുണ്ടാവില്ല. താങ്ക്സ് യശ് 1ഉം 2ഉം ഉള്ളതുകൊണ്ട് ഞാൻ അടുത്ത 3 ഇറക്കിയിട്ട് ഇത് തീർത്ത് കാണാതിരിക്കും. ഈ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനുള്ള താങ്ക്സ് ആയിരിക്കും. ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ്. ഞാൻ ആകെ ഒരു പാർട്ടിൽ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ ആ ഒരു അപ്പിയറൻസ്, പൃഥ്വിരാജിന്റെ പിന്നെ കുറച്ചൊരു ഡയലോഗ് കാര്യങ്ങള് അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ പടത്തിൽ ശ്രുതി ഹസനൊക്കെ എന്തോന്നടേ ചെയ്ത്, എന്തിനാണ് എനിക്ക് മനസ്സിലാവണില്ല. എന്താവശ്യത്തിനാണ് ലീവുള്ള നേരത്ത് വേറെ എടുത്തോണോ? സിനിമ മേക്കിങ്ങും ആ സംഗതി ഒക്കെ ഓക്കെയാണ്. പക്ഷെ എന്തല്ലോ, എനിക്ക് പ്രഭാസിനെ ഒട്ടും ആ റോളിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ പറയാൻ ഉദ്ദേശിച്ചത് 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള കഥയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ലാസ്റ്റിക്ക് ഉള്ളത്. അതുവരെ അമ്മി മോനും തന്നെ പാസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ശത്രുതയും കാണിച്ചില്ല. എടാ ഇത് പൊടിയെങ്കിലും ഇട്ടുതരണ്ടടാ അതിന്റെ. അതായത് ഇവന് മാസ് കാണിക്കാൻ വേണ്ടിട്ട് പൃഥ്വിരാജിനെ അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തി, പൃഥ്വിരാജിനെ വിളിക്കാൻ വേണ്ടിട്ട് ഇവന് മാസ് കാണിക്കാൻ ഒന്ന് വിളിക്കാൻ വേണ്ടി പൃഥ്വിരാജിനെ അപ്പുറത്ത് നിർത്തി. അവൻ വരും. ഇത് ശരിക്കും എന്താ എനിക്ക് തോന്നിയത്, കൊച്ചി രാജാവില് ദിലീപിനെ പറയില്ലേ, എട്ടപ്പെട്ടടാ പൃഥ്വിരാജ് അതന്നെ എട്ടപ്പെട്ടടാ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അവസരം കൊടുത്തിട്ട് ഇപ്പം വരാന്നിട്ട് ഇവൻ അവനെ രക്ഷിക്കണം, അവനെ വിടണം. അതേപോലെ കുറെ കുട്ടികൾ നിന്നിട്ട് പ്രഭാസിനെ പോസ്റ്റർ കട്ട് ഔട്ട് പ്രഭാസിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക.
റോക്കി ഭായിനെ പറഞ്ഞ പോലെ റോക്കി ഭായി അവിടെ പറഞ്ഞു അടി തീർത്ത് പോയിരുന്നു. ഇവിടെ അത് വിട്ട് റോക്കി ബാൻ ഇതിൽ വെച്ചിട്ട് കാര്യമില്ല, കാരണം അതും തമ്മിൽ ആനയും ഭയങ്കര. ഞാൻ വീട്ടിൽ പോയിട്ടേ OTT എടുത്തിട്ട് KGF 1 2 ഒന്ന് കാണട്ടെ, എന്നാലും എനിക്ക് സമാധാനം. ആരൊക്കെ തിരിച്ചു വന്നു, ലാലേട്ടൻ തിരിച്ചു വന്നു, സഞ്ജു തിരിച്ചു വന്നു, അങ്ങനെയൊക്കെയാണല്ലോ നമ്മള് പറഞ്ഞീന്നേ, അങ്ങനെയാണ് എല്ലാരും പറഞ്ഞീന്നേ. ഹിന്ദി സിനിമ ഇൻഡസ്ട്രി അതെ, ഹിന്ദി സിനിമ ഇൻഡസ്ട്രി തിരിച്ചു വന്നു. ഡുങ്കി പ്രഭാസ് മാത്രം പോയ വഴിക്ക് പോയി, വന്നതേ ഇല്ല, ഇനി വരുന്നു തോന്നണില്ല. കഷ്ടം. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടവര് കേറി കണ്ടോ. എനിക്ക് എന്തായാലും ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. ഞങ്ങൾ തളർന്നു. എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റിയില്ല ആ ശബ്ദം കാരണം. ഞാൻ ഇടയ്ക്ക് ഞെട്ടി നീച്ച്, ഞാൻ ഇടയ്ക്ക് ഞെട്ടിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് രാവിലെ 7:30 ആയതുകൊണ്ട് അവിടെ തിന്നാനും ഒന്നുമില്ല, കാപ്പി കുടിച്ചൊരു വഴിയാണ്. രാവിലെ 4 മണിക്ക് എണീച്ചാണ്, ജിമ്മിൽ പോയി, എന്നിട്ടൊക്കെയാ വന്നത്. എല്ലാരും പോയി കാണും, അതൊന്നും പറയാനില്ല.